Welcome to BSA Main Physics, Semester 5, Paper for Atomic and Molecular Physics. Chapter is Atomic Spectra, Unit 2, and the topic of discussion today is spectral rotation of an atomic state. Spectral rotation, spectroscopic rotation of an atomic state. We have seen the last class spectral terms, and today we see spectroscopic rotation. Spectral rotation of an atomic state. BSc Main Physics. The chapter is Atomic Spectra, Unit 2. So the first term we study, is a spectral rotation of an atomic state. The spectral rotation of an atomic state, or we can call it as spectroscopic rotation of an atomic state. ഒരു അറ്റോമിക് സ്റ്റേറ്റിൻ്റെ ആറ്റത്തിൻ്റെ സ്പെക്ട്രോസ്കോപ്പിക് റൊട്ടേഷൻ or simply spectral rotation. To represent the state of an atom, we must mention the values of R, L, S and J. This is done as follows. ഒരു ആറ്റത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ, ഒരു അറ്റോമിക് സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 4 വാല്യൂ ആവശ്യമുണ്ട്. അവ R, L, S ആൻഡ് J ആണ്. R എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി, L എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ, എസ് ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ, L എന്നുള്ള ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ടോട്ടൽ, എസ് സ്പിൻ ക്വാണ്ടം നമ്പർ, പിന്നെ J എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ആൻഡ് യു നോ J is equal plus S. J is a plus S. അപ്പോൾ ഒരു അറ്റോമിക് സ്റ്റേറ്റിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ 4 വാല്യൂ ആണ് ആവശ്യമുള്ളത്. അവ R, L, S ആൻഡ് J ആണ്. R എന്ന് പറഞ്ഞ മൾട്ടിപ്ലിസിറ്റി, L ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ടോട്ടൽ, S സ്പിൻ ആംഗുലർ മൊമെൻറ്റം, J ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. The meaning is to represent the state of an atom, we must mention the values of R, L, S and J. This is done as follows. അപ്പം എങ്ങനെയാണ് ഈ വാല്യൂ വെച്ചിട്ട് അറ്റോമിക് സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുക. If L is 1, S is half, J is 3/2. You know J is L plus S. So if L is 1, S is half, J is 3/2. Therefore multiplicity R is equal to 2s plus 1. That is 2s plus 1 is 2 into half plus 1. That is 2. Then the state we represent as 2p3/2. 2p3/2. The value of multiplicity we write left side superscript 2. The multiplicity we write of the letter P on the left as superscript, and J we write as the subscript on the right side, suffix. P എന്ന് പറയുന്നത് എല്ലാം കാണിക്കുന്ന വാല്യൂ ആണ്. എൽ വാല്യൂ ആണ് P എന്ന്. SPDF എന്നൊക്കെ അറിയാമല്ലോ. അറ്റോമിക് സ്റ്റേറ്റ് SPDF എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റർ പറയുമ്പോൾ ഈ എൽ വാല്യൂ വെച്ചിട്ടാണ് പറയുന്നത്. L0 ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്, ക്യാപിറ്റൽ സ്റ്റേറ്റ്. എൽ വാല്യൂ 1 ആണെങ്കിൽ P സ്റ്റേറ്റ്, എൽ വാല്യൂ 2 ആണെങ്കിൽ D സ്റ്റേറ്റ്, അങ്ങനെ പറയും. അപ്പോൾ ഈ കേസിൽ L 1 ആണ്, S ഹാഫ് ആണ്, J 3/2 ആയിരിക്കും, L പ്ലസ് S. R 2s plus 1 അത് 2 ആണ്. അങ്ങനെ വരുമ്പോൾ ആ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് 2p3/2. ഇവിടെ എല്ലാ വാല്യൂ നമുക്ക് വ്യക്തമാണ്. ആ 2 അല്പം പൊക്കി എഴുതണം ചെറുതാക്കി Pയുടെ മുന്നിൽ. ആ 2നെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിസിറ്റി. P എന്ന് പറയുന്നത് എല്ലിനെ കാണിക്കുന്ന L, ക്യാപിറ്റൽ L, അതിനെ കാണിക്കുന്ന ലെറ്ററാണ് P എന്ന് പറയുന്നത്. പിന്നെ താഴെ ഇരിക്കുന്നത് പിന്നെ Jയുടെ വാല്യൂ 3/2 ആണ്. അപ്പോൾ ഇതിൽ അപ്പോൾ R, L വാല്യൂ, J വാല്യൂ വരുന്നുണ്ട്. പിന്നെ S മാത്രമാണ് ഈ സിമ്പിളിനകത്ത് വരാത്തത്. S നമുക്ക് Jയോ L ഉണ്ടെങ്കിൽ S കണ്ടുപിടിക്കാമല്ലോ വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് തന്നാൽ, ഇപ്പോൾ 2p3/2 തന്നാൽ R വാല്യൂ 2, ക്യാപിറ്റൽ 1, കാരണം P കാണിക്കുന്നതാണ്, J 3/2 എന്ന് കിട്ടും. അപ്പോൾ എല്ലും Jയും ഉണ്ടെങ്കിൽ S കാണാൻ പ്രയാസമില്ല. അപ്പോൾ 4 വാല്യൂ വന്നാൽ ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നൊട്ടേഷൻ വന്നാൽ നമുക്ക് മറ്റ് ആ 4 വാല്യൂയിലേക്ക് പോകാൻ പറ്റും, 4 വാല്യൂസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോസ്കോപ്പിക് റൊട്ടേഷൻ. സോ യു റിമെമ്പർ, if L is 1, S is half, J is 3/2, R is then 2s plus 1 is 2. In that case, we write the spectroscopic notation as 2p3/2. When you write this, you remember
On the left side of P, we have to write 2 as a superscript. And on the right side of P, we have to write 3/2 as subscript. 2 on the left side is multiplicity. 3/2 on the right side is J value. അപ്പോൾ ഈ 2p 3/2 എന്ന് പറഞ്ഞില്ലേ, ആ 2p 3/2 ഒരു ജനറൽ ഫോമിൽ നമുക്ക് എഴുതാം, ഒരു പൊതുവായിട്ടൊരു ഫോമിൽ എഴുതാം. ഓർ ഇൻ ജനറൽ ദ സ്റ്റേറ്റ് ഓഫ് ആറ്റം ഈസ് റിട്ടൺ ആസ് RxJ, R മോളിൽ, X സിമ്പൽ, J, Rx capital J, where X represents letter representing L value. L വാല്യൂവിനെ കാണിക്കുന്ന ലെറ്റർ ആണ് എക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ SPDF എന്ന് പറയുന്ന പോലെ L value 0, 1, 2. R is the multiplicity. J is the total angular momentum vector, quantum number. Sometimes the value of principal quantum number N is also mentioned before the capital letter. You have to write a capital letter as 2p 3/2 or NRxJ. അപ്പോൾ ചിലപ്പോൾ സിമ്പിൾ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് 2p 3/2 ആണല്ലോ. അതിന് മുമ്പിൽ ഒരു ക്യാപിറ്റൽ എൻ കൂടി, ഒരു സ്മോൾ എൻ കൂടി എഴുതാറുണ്ട്, N2. ഇപ്പോൾ സെക്കൻഡ് ഓർബിറ്റൽ എന്നുള്ള കേസ് കാണിക്കാനുണ്ട്. അത് മിക്കവാറും നമ്മൾ മാറ്റും, ഒന്നെങ്കിൽ മൾട്ടിപ്ലിസിറ്റി മാറ്റും, അല്ലെങ്കിൽ ഓർബിറ്റ് നമ്പർ മാറ്റും. എല്ലാം എഴുതണമെന്ന് നിർബന്ധമില്ല, അത് ഓരോരോ കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ 2p 3/2 എഴുതിയാൽ സ്മോൾ എൻ വാല്യൂ 2, ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2, മൾട്ടിപ്ലിസിറ്റി 2, P represents L value 1, 3/2 represents J value. അതിൻ്റെ ഒരു ജനറൽ ഫോമാണ് NRxJ. RxJ പഠിച്ചതാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കൂടി മുന്നിൽ എഴുതുമ്പോൾ NRxJ. So you remember the value of principal quantum number N is also mentioned before the capital letter P as 2p 3/2. അതൊരു മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ മോഡലിൽ കൊടുക്കുകയാണ്. എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് സിമ്പിൾ RxJ. മോളിൽ പറഞ്ഞതാണ് എക്സ്പ്ലെയിൻ ദി മീനിങ് ഓഫ് സിമ്പിൾ 2s ഹാഫ്. 2s ഹാഫ് എന്ന് എഴുതിയാൽ എന്ത് മനസ്സിലാക്കി? അപ്പോൾ നമ്മൾ RxJ എന്ന് എഴുതി, അതിൽ തന്നിരിക്കുന്ന 2s ഹാഫുമായിട്ട് കമ്പയർ ചെയ്യണം. മൾട്ടിപ്ലിസിറ്റി മുകളിൽ കാണുന്ന 6 അത് 2 ആയിട്ട് വരും. മൾട്ടിപ്ലിസിറ്റി വാല്യൂ നമുക്കറിയാമല്ലോ 2s + 1 ആണ്. അപ്പോൾ 2s + 1 എന്നുള്ളത് 6 അത് 2 ആയിട്ട് മാറി. അപ്പോൾ എസ് ഹാഫ് എന്ന് കിട്ടും. 2s + 1 2 ആണെങ്കിൽ നമുക്ക് എസ് ഹാഫ് എന്ന് കിട്ടും. J അവിടെ തന്നെയുണ്ട്, 2s 1/2. ഇപ്പോൾ 1/2 ആണ് J. അപ്പോൾ L വാല്യൂ എന്താണ്? L വാല്യൂ 0 ആയിരിക്കും. കാരണം ഈ സിമ്പിൾ അതിനകത്ത് 2s ആണിരിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ L വാല്യൂ 0, 1, 3 കണക്ക് വെച്ച് പറയുമ്പോൾ SPDF എസിന് 0 ആണ്, എസിനല്ല L 0 ആണ്. ആ എസ് സിമ്പിൾ കാണിക്കുന്നത് L0 വാല്യൂ ആണ്. നിങ്ങൾ ഈ 2s 1/2 വരുന്ന എസ്സും അതുപോലെ എസ് ഈസ് ഹാഫും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. 2 മീനിങ്ങാണ് ഇവിടെ. നമ്മൾ എസ് വെറുതെ എഴുതി കഴിഞ്ഞാൽ അത് സ്പിൻ ക്വാണ്ടം നമ്പറാണ് ടോട്ടൽ. സിമ്പിളിനകത്ത് 2s 1/2 വന്നാൽ ആ എസ് കാണിക്കുന്നത് L വാല്യൂ 0 എന്നാണ്, ക്യാപിറ്റൽ വാല്യൂ 0 എന്നാണ് എസ് കാണിക്കുന്നത്. എസ് സ്റ്റേറ്റ്, പിന്നീട് D സ്റ്റേറ്റ്, P സ്റ്റേറ്റ്, F സ്റ്റേറ്റ് എന്ന് പറയുന്നത് L വാല്യൂ വെച്ചിട്ടാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. L0 ആൻഡ് സ്റ്റേറ്റ് ഇങ്ങോട്ട് മാറ്റി എസ് സ്റ്റേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എസ് സ്റ്റേറ്റ് അവിടെ കാണുന്നില്ല, നോക്കിയാൽ മതി. എസ് സ്റ്റേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഒരു ഹോംവർക്ക് പോലെ ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആ ലെഫ്റ്റ് നോക്കി. ഇപ്പോൾ 3D2 എന്ന് പറഞ്ഞാൽ 3D2 എന്ന് പറയുന്നത് അർത്ഥം D അല്ലേ? അപ്പോൾ L വാല്യൂ 2. സ്പിൻ കാണണ്ടേ? സ്പിൻ കാണാനായിട്ട് നമ്മൾ മൾട്ടിപ്ലിസിറ്റി എഴുതണം. 2s + 1 അത് 3 ആണ്. അപ്പോൾ S എന്നുള്ള 1 വരും, J എന്നുള്ള 2 വരും. അത് ആലോചിച്ച് നോക്കിയേ. 3D2 D വാല്യൂ ഒന്നുകൊണ്ട് L വാല്യൂ 2. മൾട്ടിപ്ലിസിറ്റി 3 ആണല്ലോ. 6 എന്നുള്ളത് 2s + 1. അപ്പോൾ 2s + 1 3 ആണെങ്കിൽ 2s 2 ആയിരിക്കും, S 1. J അവിടെ ഉണ്ട്, 3D2 RxJ J2. അങ്ങനെ അവിടെ വാല്യൂസ് പറയുന്നുണ്ട്.
ഇനി നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് കൊടുക്കാം. ഷോ ദാറ്റ് ഫോർ 10 neon 18 atom എനർജി സ്റ്റേറ്റ് സിംഗ്ലറ്റ്. ഈ 10 neon 18 ആറ്റത്തിന് എനർജി സ്റ്റേറ്റ് സിംഗ്ലറ്റ് ആണ്. അത് സിംഗ്ലറ്റ് സ്പെക്ട്രമാണ് ഈ നിയോൺ തരുന്നത് എന്ന് തെളിയിക്കാൻ. ഷോ ദാറ്റ് ഫോർ 10 NE 18 ആറ്റം ഇത് എനർജി സിംഗ്ലറ്റ് സ്റ്റേറ്റ്. അപ്പം നമ്മളതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ടേബിൾസ് നിന്ന് കിട്ടുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നിയോൺ ഈസ് 1s2 2s2 2p6 അങ്ങനെയാണ്. 10 ഇലക്ട്രോൺസ്, ആദ്യം രണ്ടെണ്ണം എസ്, പിന്നെ രണ്ടാമത്തെ ഓർബിറ്റ് 8. ഇതൊരു ഇനർട്ട് ഗ്യാസ് ആണ്, അതുകൊണ്ട് ഇനർട്ട് എലമെൻ്റ് ആണ്, റെയർ എർത്ത് എലമെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 2p6 എന്ന് പറയാം. 2p6 rare gas. We need only consider electron that are outside the closed shell structure. ക്ലോസ്ഡ് ഷെൽ സ്ട്രക്ചറിൻ്റെ പുറത്തുള്ള ഇലക്ട്രോൺസ് മാത്രം പരിഗണിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ സിംഗ്ലറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി കണ്ടുപിടിക്കാൻ ഈ ക്ലോസ്ഡ് ഷെൽ സ്ട്രക്ചറിൻ്റെ പുറത്തുള്ള ഇലക്ട്രോൺസിനെയാണ് നോക്കിയാൽ മതി. ഇവിടെ അങ്ങനെ ഒരു ഇലക്ട്രോൺ കാണത്തില്ല. കാരണം എന്താണ്? ഈ നിയോൺ നോ ഇലക്ട്രോൺ ഇസ് ലെഫ്റ്റ് ഇൻ ദി ലാസ്റ്റ് ഓർബിറ്റ്. കാരണം ഇത് 2 ഓർബിറ്റ് കംപ്ലീറ്റ് ആണ്. ഒന്നാമത്തെ പിന്നെ ഓർബിറ്റ് 2 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആണ്. രണ്ടാമത്തെ ഓർബിറ്റ് 2s2 2p6 8 എന്നുള്ളതിൽ ആ 8 പൂർത്തിയായി. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞൊരു ഓർബിറ്റ് ഇല്ല. അഥവാ ഉണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ ഇലക്ട്രോൺ ഇല്ല. ഇലക്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് സ്പിന്നില്ല. S0 ആയിരിക്കും, സ്പിൻ 0 ആയിരിക്കും. അപ്പം സ്പിൻ 0 ആണെങ്കിൽ മൾട്ടിപ്ലിസിറ്റി എന്തായിരിക്കും? മൾട്ടിപ്ലിസിറ്റി R is 2s plus 1. S0 ആണല്ലോ. ഇപ്പം 2 × 0 + 1 1. ദാറ്റ് ഈസ് നിയോൺ എക്സിറ്റ്സ് ഇൻ സിംഗ്ലറ്റ് ഉള്ളി. നിയോണിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആയതുകൊണ്ട് നിയോൺ സിംഗ്ലറ്റ് സ്റ്റേറ്റിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ഫോർ 12mg24 എനർജി സ്റ്റേറ്റ് ഈസ് സിംഗ്ലറ്റ് ഓർ ട്രിപ്ലെറ്റ്. ഈ 12mg24 സിംഗ്ലറ്റ് അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് ആണെന്ന് പറയാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൊടുക്കണം. 12mg24 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്, ക്ലോസ്ഡ് അല്ലാത്ത ഓർബിറ്റ്, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്, അവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ. There are 2 electrons in the outermost orbit. Total spin S is S1 plus S2. അത് നമുക്ക് 1/2 + 1/2 എഴുതാം. അല്ലെങ്കിൽ ഒന്നിൻ്റെ സ്പിൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ 1/2 - 1/2 എഴുതാം. അപ്പോൾ ആകെ സ്പിൻ, ടോട്ടൽ സ്പിൻ S is equal to 1 or 0 എന്ന് വരും. 1 or 0 എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് മൾട്ടിപ്ലിസിറ്റി? Multiplicity small r is 2s plus 1, 2 × 1 + 1 or 2 × 0 + 1. That is r is 3 or 1. നമ്മൾ നേരത്തെ കണ്ട കേസ് പോലെയാണ്. Therefore, magnesium can exist in singlet and or triplet state. Magnesium സിംഗ്ലറ്റിലോ ട്രിപ്ലറ്റ് സ്റ്റേറ്റിലോ വരാം. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറെൻ്റ് റൂൾസ് ഇൻ അറ്റോമിക് സ്പെക്ട്ര. അറ്റോമിക് സ്പെക്ട്രത്തിൽ വരുന്ന ഡിഫറെൻറ്റ് റൂൾസ്. ആ റൂൾസിനെ നമ്മൾ സിലക്ഷൻ റൂൾ എന്ന് പറയും. ഈ സ്പെക്ട്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ ചില ലൈൻസിൻ്റെ എണ്ണത്തെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിന് ചില റൂളുണ്ട്. എന്തൊക്കെയാണ് ആ റൂൾസ്? സിലക്ഷൻ റൂൾസ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇയർ ഞാൻ തൂത്താണ് കാണുന്ന പടം. സിലക്ഷൻ റൂൾസ്. ആൻ ഇലക്ട്രോൺ കനോട്ട് ജമ്പ് ഫ്രം വൺ എനർജി സ്റ്റേറ്റ് ടു ഓൾ എനർജി ലെവൽസ്. ഒരു പ്രത്യേക ഓർബിറ്റിൽ നിന്ന് എല്ലാത്തിലേക്കും ഇലക്ട്രോൺ ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ചില കണ്ടീഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ N=4 നിന്ന് ഇലക്ട്രോണിന് താഴെയുള്ള എല്ലാത്തിലേക്കും ജമ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിന് ചില കണ്ടീഷൻ വെച്ചാണ്. ഇത് ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ 2 ലെവൽസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് certain rules
only if certain rules are satisfied. The rules are called selection rules. ഹയർ ഓർബിറ്റിലുള്ള ഹയർ എനർജി സ്റ്റേറ്റ് ഇലക്ട്രോണിന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നേരിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് ചില വ്യവസ്ഥകളുണ്ട്, ചില കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനെ വിളിക്കുന്ന പേര് സെലക്ഷൻ റൂൾ. ഇപ്പോൾ എത്രാമത്തെ ഓർബിറ്റിൽ നിന്നാണ് ഒന്നാമതിലേക്ക് വരിക എന്നൊക്കെ പറയാൻ ചില റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ വിളിക്കുന്ന പേരാണ് സിലക്ഷൻ റൂൾസ്. Selection rules. From Vectrata model, 3 selection rules have been devised. ഇപ്പം 3 റൂൾസാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സെലക്ഷൻ റൂൾ ഫോർ എല്ലിൻ്റെ സെലക്ഷൻ റൂൾ. ഇറ്റ് ഈസ് ഡെൽറ്റ എൽ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഈ ഡെൽറ്റ എൽ, ഈ ഓർബിറ്റൽ കോർഡിനേറ്റ് നമ്പർ, ടോട്ടൽ ഓർബിറ്റൽ കോർഡിനേറ്റ് നമ്പർ എല് പ്ലസ് ഓർ മൈനസ് 1 ഉള്ള ട്രാൻസിഷൻ മാത്രമേ അലൗഡ് ആകുകയുള്ളൂ. അതിനാണ് നമ്മൾ സെലക്ഷൻ റൂൾ ഫോർ എൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെൽറ്റ എൽ ഈസ് പ്ലസ് ഓർ മൈനസ് 1. ദാറ്റ് ഈസ് only these lines are observed for which only those lines are observed for which the value of L changes by plus or minus 1. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ അപ്പോൾ ചേഞ്ചാണ് ലെറ്റാലെന്ന് പറയുന്നത്. എൽ വാല്യൂ ചേഞ്ച് അത് പ്ലസ് ഓർ മൈനസ് 1 വരുന്ന ട്രാൻസിഷൻ മാത്രമേ സംഭവിക്കുകയുള്ളൂ. എലിസിബിൾ 3ൽ നിന്ന് എലിസിബിൾ 2ലേക്ക് ട്രാൻസാക്ഷൻ ഇല്ല. എലിസിബിൾ 3ൽ നിന്ന് എലിസിബിൾ 1ലേക്ക് ട്രാൻസാക്ഷൻ ഇല്ല. എലിസിബിൾ 3ൽ നിന്ന് എലിസിബിൾ 2ലേക്ക് ട്രാൻസാക്ഷൻ ഉണ്ട്, തിരിച്ചും ഉണ്ടാകും. അല്ലാതെ ഈ കൂടുതൽ വ്യത്യാസത്തിൽ ട്രാൻസിഷൻ ഇലക്ട്രോണിന് സംഭവിക്കാറില്ല, എൽ വാല്യൂവിൻ്റെ കൂടുതൽ വ്യത്യാസത്തിന്. രണ്ടാമത്തെ റൂളും ഏതാണ്ട് അതുപോലെയാണ് പറയുന്നത്. ദാറ്റ് ഈസ്, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ദാറ്റ് ഈസ് എൽ കനോട്ട് ചേഞ്ച് ബൈ 0 to 2 or 2 or 2 to 0. അപ്പോൾ 2ൽ നിന്ന് 0യിലേക്കോ അല്ലെങ്കിൽ 0ൽ നിന്ന് 2ലേക്ക് ജമ്പിങ് ഇല്ല. ഡെൽറ്റ എൽ പ്ലസ് ഓർ മൈനസ് 2 is not possible. Similarly, ഡെൽറ്റ എൽ is equal to plus or minus 3 is not allowed. അപ്പോൾ എൽ വാല്യൂ 0 വരാമല്ലോ. അപ്പോൾ 2ൽ നിന്ന് 0ലേക്ക് ജമ്പിങ് ഇല്ല ഇലക്ട്രോണിന്. എപ്പോഴും ഡെൽറ്റ എൽ പ്ലസ് ഓർ മൈനസ് 1 വരുന്ന ട്രാൻസാക്ഷൻ മാത്രമേ ഇലക്ട്രോണിന് പോസിബിൾ ആകുകയുള്ളൂ. നമ്പർ 2, സെലക്ഷൻ റൂൾ ഫോർ ജെ. ദാറ്റ് ഈസ് ഡെൽറ്റ ജെ പ്ലസ് ഓർ മൈനസ് 1 ഓർ 0. ഡെൽറ്റ ജെ ഡെൽറ്റ എല്ലിൻ്റെ അതേ റൂൾ തന്നെയാണ്. അത് പ്ലസ് ഓർ മൈനസ് 1 വരാം, അഡീഷണൽ ആയിട്ട് ഒരു 0 വരാം. എന്നാൽ 0 to 0 എക്സ്ക്ലൂഡിങ് ആണ്. 0 to 0 പാടില്ല. ഇപ്പോൾ 0 to 0 എന്ന് പറയുമ്പോൾ ഡെൽറ്റ ജെ 0 വരും, പക്ഷെ അത് പാടില്ല. 1 to 1 ആകാം, അല്ലെങ്കിൽ 2 to 2 ആകാം, 2 to 2 ആകാം, 3 to 2 ആകാം, അല്ലെങ്കിൽ 4 to 3 ആകാം, അങ്ങനെയൊക്കെ ആകാം. 0 to 0 അലൗഡ് അല്ല. ഡെൽറ്റ ജെ 0 ആണെങ്കിലും 0 to 0 ട്രാൻസിഷൻ പോസിബിൾ അല്ല. ഇനി അടുത്തത് നമ്പർ 3, സെലക്ഷൻ റൂൾ ഫോർ എസ്. ഡെൽറ്റ എസ് 0 ആയിരിക്കണം. അതിൽ ഡെൽറ്റ എസ് 0 വരണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട റൂളാണ് ഇൻറ്റൻസിറ്റി റൂൾസ്. നമ്പർ 2, ഇൻറ്റൻസിറ്റി റൂൾസ്. An allowed transition, whether it is weak or strong, is determined by what are called intensity rules. അപ്പോൾ ചില സ്പെക്ട്രൽ ലൈൻ സ്ട്രോങ് ആയിരിക്കും, ചിലത് വീക്ക് ആയിരിക്കും. അത് തീരുമാനിക്കുന്നത് ഇൻറ്റൻസിറ്റി റൂളാണ്. An allowed transition, whether it is weak or strong, is determined by what are known as intensity rules. They are, ഇപ്പോൾ എന്താ ഇൻറ്റൻസിറ്റി റൂൾസ്? നമ്പർ 1, മൈനസ് ഡെൽറ്റ ജെ ഇസ് ഡെൽറ്റ എൽ. ഈ റൂൾ അനുസരിക്കണം. The transitions for which L or J change in the same way, that is delta J equal delta L. ഡെൽറ്റ ജെ മൈനസ് വേണമെന്നില്ല, മൈനസ് കൊടുത്തിട്ടുണ്ടല്ലേ, അത് വേണമെന്നില്ല. ഡെൽറ്റ ജെ ഇസ് ഡെൽറ്റ എൽ.
ഡെൽറ്റ ജെ ഇസ് ഡെൽറ്റ എൽ ആ സ്ട്രോങ്. അപ്പം അത്തരം ട്രാൻസിഷൻ സ്ട്രോങ് ആയിരിക്കും. മൈനസ് വേണമെന്നില്ല, ഡെൽറ്റ ജെ ഡെൽറ്റ എൽ മതി. ഫോർ അതർ ചേഞ്ചസ് എൽ ആൻഡ് ജെ, ദാറ്റ് ഇസ് ഡെൽറ്റ എൽ നോട്ട് ഈക്വൽ ഡെൽറ്റ ജെ, വി ഗെറ്റ് വീക്ക് ട്രാൻസിഷൻസ്. അപ്പോൾ ട്രാൻസിഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഡെൽറ്റ ജെ ഡെൽറ്റ എൽ ഒരു ട്രാൻസിഷൻ ആണ്. ഡെൽറ്റ ജെ ഈക്വൽ ഡെൽറ്റ എൽ, മൈനസ് വേണ്ട, ഡെൽറ്റ ജെ ഇസ് ഡെൽറ്റ എൽ, അതൊരു ട്രാൻസിഷൻ ആണെങ്കിൽ അത്തരം ട്രാൻസിഷൻ സംഭവിച്ചാൽ അത് സ്ട്രോങ് ആയിരിക്കും. തിരിച്ചാണെങ്കിൽ അത് തിരിച്ചല്ല, ഫോർ അതർ ചേഞ്ചസ് വ്യത്യാസത്തിൽ ട്രാൻസിഷൻ ആണെങ്കിൽ അവയെ വീക്ക് ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഇൻറ്റൻസിറ്റി റൂളിൽ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്. ഇൻറ്റൻസിറ്റി റൂളിൽ പറയുന്ന മറ്റൊരു കാര്യം L2 L+1 ആൻഡ് J2 J+1 ഇങ്ങനെ ട്രാൻസിഷൻ ഉണ്ടായാൽ എന്താണ് എഫക്റ്റ്? L L+1ലേക്ക്, J J+1ലേക്ക്. ഇത് ട്രാൻസിഷൻസ് ഫോർ വിച്ച് L ആൻഡ് J increases. The transitions for which L and J increases that is L is equal to L goes to L+1, L becomes L+1 and J becomes J+1 are less intense. അപ്പം ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഉണ്ടെങ്കിൽ അത് ഇൻറ്റൻസ് ആയിരിക്കത്തില്ല. ഫോർ ദോസ് ആൻഡ് മതി ആൻഡ് ഹിയർ ജെ എൽ L+1ലേക്ക് ജെ J+1ലേക്ക് ഇൻറ്റൻസ് ആയിരിക്കും. and for which L and J decrease and those for which L and J decrease, that is L2 L-1 arrow 2 എന്ന് വായിക്കുക, L2 L-1 and J2 J-1 are ലെസ് ഇൻറ്റൻസ് എന്ന് പറഞ്ഞല്ലോ. ലെസ് ഇൻറ്റൻസ് ദാനാണ്, ദാനല്ല ആൻഡല്ല, രണ്ട് ഒറ്റ സെൻറ്റൻസാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യണേ. ഞാൻ ഒന്നിന് വായിക്കാം. ദ ട്രാൻസിഷൻസ് ഫോർ വിച്ച് L and J increases, that is L2 L+1 and J2 J+1 are less intense than, അതാണ് ലെസ് ഇൻറ്റൻസ് ദാൻ. അപ്പോൾ ശരിയായില്ലേ? ലെസ് ഇൻറ്റൻസ് ദാൻ ദോസ് ഫോർ വിച്ച് L and J ഡിക്രീസ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ L നിന്ന് L+1ലേക്ക് പോവുക, J J+1ലേക്ക് പോവുക. അത്തരം ട്രാൻസിഷനേക്കാൾ അത്തരം ട്രാൻസിഷൻ ലെസ് ഇൻറ്റൻസ് ആണ്. ഏതിനേക്കാൾ? L നിന്ന് L-1ലേക്ക് അല്ലെങ്കിൽ J J-1ലേക്ക് വരുന്ന ട്രാൻസിഷൻസ്. ഇനി ഒരു ഡെൽറ്റ എൽ, ഒരു മൂന്നാമത്തെ ഒരു ഇൻറ്റൻസിറ്റി റൂളുണ്ട്. ഡെൽറ്റ എൽ ഇസ് മൈനസ് ഡെൽറ്റ ജി. അപ്പോൾ എന്താണ് നോക്കുക, ഡെൽറ്റ എൽ ഇസ് മൈനസ് ഡെൽറ്റ ജി എന്നൊരു കണ്ടീഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പ്ലസ് വാല്യൂ ചെയ്യാൻ മതി, ന്യൂമറിക്കൽ വാല്യൂ ചെയ്യാൻ മതി. ഇവിടെ ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ ജി. ട്രാൻസിഷൻസ് ഫോർ വിച്ച് ചേഞ്ചസ് ഇൻ L and J ആർ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഇസ് മൈനസ് ഡെൽറ്റ ജി ആർ ഫോർബിഡൻ. അപ്പോൾ ഇങ്ങനെയുള്ളത് സംഭവിക്കാൻ പാടില്ല. ഡെൽറ്റ എൽ ഇസ് പ്ലസ് ഡെൽറ്റ ജെയെ സംഭവിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളത് ഈ ഡെൽറ്റ എൽ ഇസ് മൈനസ് ഡെൽറ്റ ജെ, ദേ ആർ ഫോർബിഡൻ. സിംബോളിക്കലി ദീസ് ഇൻറ്റൻസിറ്റി റൂൾസ് ആർ റിട്ടേൺ ആസ്. അപ്പോൾ ഇൻറ്റൻസിറ്റി റൂൾസ് നമുക്ക് ഇങ്ങനെ എഴുതാം, എന്തൊക്കെയാണ് സ്ട്രോങ് എന്തൊക്കെയാണ് വീക്ക് എന്നുള്ളത്.
delta L is equal to -1, delta J is equal to delta J is equal to -1 and delta L is equal to -1 and delta J is 1 strongest. Delta L is equal to -1, delta J 0. അത് less intense. Delta L is equal to +1, delta J is equal to +1, weak. Delta L is equal to +1, delta J is 0, big, very weak, very big. Delta L is -1, delta J is +1. Delta L is equal to +1, delta J is -1. ഓർമ്മിട്ടാൽ ഇതാണ് ട്രാൻസിഷൻ്റെ രീതികൾ. ഇപ്പോൾ ഇവയിലെ ഇൻറ്റൻസിറ്റി റൂൾസാണ്. ഇവയിൽ എന്ത് റൂളാണെന്ന് പറയണത് നമ്മൾ നോക്കട്ടെ. These rules are called intensity rules. അപ്പോൾ ഇനി ഒരു റൂൾ കൂടിയുണ്ട്, ഇന്റർവൽ റൂൾസ്. ഇന്റർവൽ റൂൾസ് എന്ന് പറയും, ഇന്റർവൽ റൂൾസ്. റൂളൊന്ന് മാത്രം. നമ്മൾ 3 റൂളാണ് പറയുന്നത്. 3 റൂളാണ് ഈ സ്പെക്ട്രൽ ഇൻറ്റൻസിറ്റി ട്രാൻസിഷൻ സംബന്ധിച്ച് പറയുന്നത്. ഒന്നാമത്തത് സെലക്ഷൻ റൂൾ ഫോർ എൽ. അപ്പോൾ അതിനെ നമ്മൾ സെലക്ഷൻ റൂൾസ് എന്ന് പറയും. രണ്ടാമത് ഇൻറ്റൻസിറ്റി റൂൾസ് എന്ന് പറയും. മൂന്നാമത്തെ ഇന്റർവൽ റൂൾസ്. ഇന്റർവൽ റൂൾ എന്ന് പറയും, ഇന്റർവൽ റൂൾ. Land discovered a rule regarding the interval in frequency between the different levels constituting a multiplet. Example, doublet, triplet. It states that the frequency interval between 2 levels with a total angular momenta j+1 and j respectively is proportional to j+1. അപ്പോൾ നോക്കി, ലാൻഡ് ഡിസ്കവേർഡ് എ റൂൾ റിഗാർഡിങ് ദ ഇൻ്റർവൽ ഇൻ ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി ഇൻ്റർവലാണ്. ആ ഫ്രീക്വൻസി വാല്യൂ അതിൻ്റെ ഡിഫറൻസ്, ഇൻ്റർവൽ ഫ്രീക്വൻസി ബിറ്റ്വീൻ ഡിഫറൻറ്റ് ലെവൽസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ മൾട്ടിപ്ലെറ്റ് ഡബിളറ്റ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the frequency interval between 2 levels with a total angular momentum j+1 and j respectively is proportional to j+1. അപ്പോൾ j+1 ജെയും തമ്മിൽ ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ലൈൻസിൻ്റെ ഫ്രീക്വൻസി j+1 പ്രപ്പോർഷണൽ. j+1 പ്രപ്പോർഷണൽ. അതുപോലെ അത്രയുള്ളൂ. അപ്പോൾ ഈ ജെയിൽ നിന്ന് ജെയും j+1 തമ്മിൽ ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ ആ ഫ്രീക്വൻസി, അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസം j+1 പ്രപ്പോർഷണലാണ്, അല്ലാതെ ജെയ്ക്കല്ല. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ ഇൻറ്റൻസിറ്റി റൂൾസ് ആൻഡ് ഇൻ്റർവൽ റൂൾസ് ഇൻ അറ്റോമിക് സ്പെക്ട്ര. ക്വസ്റ്റ്യൻ നമ്പർ 2, ഗിവ് ദി സെലക്ഷൻ റൂൾസ് ഫോർ ട്രാൻസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ അറ്റോമിക് റൂൾസ്. അപ്പോൾ മോളിൽ കാണുന്നത് വായിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ്. That is all with your 14th lecture on atomic and molecular physics. Thank you very much.